ഇനി മുതൽ PCOD ഇല്ല. അതിന്റെ പുതിയ നാമധേയം PMOS അഥവാ പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഓവറിയൻ സിൻഡ്രോം എന്നാണ്. ഇപ്പോൾ അടുത്ത് നടന്ന ഒരു ഇന്റർനാഷണൽ കൺസെൻസസിന്റെ ഭാഗമായി എക്സ്പേർട്സ് എല്ലാം ചേർന്ന് ഇതിന്റെ പേര് മാറ്റുകയാണ് ഉണ്ടായത്. പണ്ട് അറിയപ്പെട്ടിരുന്ന PCOS അഥവാ പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം അതിന്റെ നാമധേയം തെറ്റായിട്ടാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. കാരണം ഈ രോഗാവസ്ഥ ഉള്ളവർക്ക് പലപ്പോഴും പോളിസിസ്റ്റിക് ഓവറീസ് കാണണമെന്ന് നിർബന്ധമില്ല. അതുപോലെ പോളിസിസ്റ്റിക് ഓവറീസ് കാണുന്ന എല്ലാവർക്കും ഈ രോഗം കാണണമെന്നും നിർബന്ധമില്ല. അപ്പോൾ ഇതിന്റെ കൃത്യമായ രോഗനിർണയത്തിന് ഹോർമോൺ പ്രൊഫൈൽ ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ അറിയപ്പെടുന്ന പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റെറോണിന്റെ അഥവാ ആൻഡ്രോജൻസിന്റെ അളവ് സ്ത്രീകളിൽ കൂടുമ്പോഴാണ് ഈ രോഗം പ്രധാനമായും കണ്ടുവരുന്നത്. ഇതിന്റെ രോഗലക്ഷണങ്ങൾ ഇറഗുലർ ആയിട്ട് വരുന്ന പീരീഡ്സ്, അതുപോലെ തന്നെ ഓവുലേഷൻ നടക്കാതെ വരുന്ന ഒരു അവസ്ഥ, അമിതമായ രോമ വളർച്ച, അമിതമായ മുഖത്തും അതേപോലെ ശരീരത്ത് മറ്റു ഭാഗങ്ങളിൽ വരുന്ന രോമ വളർച്ച, മുഖക്കുരു, പിന്നെ ചിലപ്പോൾ ഇൻഫെർട്ടിലിറ്റി ആയിട്ടും ഇത് പ്രസന്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന്റെ പ്രധാനമായ ഒരു രോഗാവസ്ഥയുടെ കാരണമെന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് അഥവാ ഇൻസുലിൻ പ്രതിരോധമാണ്. ഇപ്പൊ ഇൻസുലിൻ നമുക്കറിയാം ഷുഗർ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഹോർമോണാണ്. ഇൻസുലിന് പ്രതിരോധം വരുമ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഭാവിയിൽ ഷുഗർ, കൊളസ്ട്രോള്, പ്രഷർ, മറ്റ് ജീവിതശൈലി രോഗങ്ങളായ ഫാറ്റി ലിവർ ഡിസീസ് മുതലായ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് കൃത്യമായ രോഗനിർണയം നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് പറ്റുമെങ്കിൽ ഒരു എൻഡോക്രൈനോളജിസ്റ്റിനെ കണ്ട് കറക്റ്റായ ഹോർമോൺ ടെസ്റ്റുകളും കറക്റ്റായ മെറ്റബോളിക് ടെസ്റ്റുകളും ചെയ്ത് രോഗനിർണയം നടത്തുക. താങ്ക് യു.